ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ സ്കാപ്പിയൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി സ്കാപ്പിയൻ്റെ കാർഡും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ സിഗ്നറ്റ് കാർഡും ഒരുമിച്ചാണ് വന്നത്. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ, നമ്മുടെ മൂന്നാമത്തെ ചാനലിലും രണ്ടാമത്തെ ചാനലിലും. അതായത് നമുക്ക് ആക്ച്വലി നോർമലി നിങ്ങൾക്ക് അറിയാം ഒരു ഫെഡറൽ ബാങ്കിൻ്റെ എടുക്കാണ്ട് നിങ്ങൾക്ക് ആക്ച്വലി സ്കാപ്പിയ കാർഡ് കിട്ടില്ല, ഏതെങ്കിലും ഒരെണ്ണം കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് രണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെപ്പറേറ്റ് നമ്പറിലാണ്, പക്ഷേ പാൻ കാർഡൊക്കെ സെയിം ആണല്ലോ. പക്ഷേ നോർമലി അങ്ങനെ കിട്ടാത്തതാണ്. പക്ഷെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാപ്പിയൻ്റെ വന്നേക്കുന്ന കാർഡ് കിട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാണാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് അറിയാം സ്കാപ്പിയ കാർഡ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് ലെഫ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ട്രാവൽ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് ഫോറസ്റ്റ് മാർക്കറ്റ് ചാർജൊക്കെ 0 ആണ്. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ട് ലോഞ്ചസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ കോബ്രാൻഡ് കാർഡാണ്. അതായത് സ്കാപ്പിയും ഫെഡറൽ ബാങ്കും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഇറക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇത് ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഹൈ ലിമിറ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എന്താ പറയുക, ലിമിറ്റ് കുറയ്ക്കും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്കിപ്പോൾ ലിമിറ്റ് കിട്ടിക്കുന്നത് 91,000 ആണ്, കുറവാണ്. ഫെഡറൽ ബാങ്കിന് കിട്ടിക്കുന്നത് 99,000 ആണ്, ഓൾമോസ്റ്റ് 1 lakh കിട്ടിക്കുന്നത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ലിമിറ്റാണ് കിട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കാപ്പിയൻ്റെ കാർഡിൻ്റെ ഇതുണ്ട്, പാക്കേജിങ് ഉണ്ട്, ജാതിക്കിടയിൽ പാക്കേജിങ് ഉണ്ട്, രക്ഷയില്ലാത്ത പാക്കേജിങ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അതിന് മുമ്പ് നമ്മൾ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് കൂടെ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് കൊള്ളാട്ടാ. ഇതിൻ്റെ പുറത്തായിട്ടൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാക്കേജിങ് വരുന്നുണ്ട്. സ്കാപ്പിയൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ടിയറാണ് വരുന്നത്, നമ്മുടെ എന്താ പറയുക, അതാ ഉണ്ട് കൊള്ളാം. എന്താ പറയുക, ഒരു പാക്കേജിങ് എക്സ്പീരിയൻസും അൺബോക്സിങ് എക്സ്പീരിയൻസൊക്കെ ടോപ്പിന് വെച്ച് തന്നെ പറയേണ്ടി വരും. ശരി, പോട്ടെ. സാധനം തുറന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. പിന്നെ ലൗഡ് ദ അൺബോക്സിങ്ങിൻ്റെ ഒരു കാർഡ്. അത് ശരി, അൺബോക്സിങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, പിന്നെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഒരു വലിയ ബുക്ക്. പിന്നെന്തിട്ടാ കുറേ ഉണ്ടല്ലോ. പിന്നെ വേറൊരു കുറേ കാർഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ ഇടാ, കഴിഞ്ഞ സാധനത്തിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്കാപ്പിയ കോബ്രാൻഡ് കാർഡ് ഇഷ്യൂർ ഫെഡറൽ ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇവരെ ആപ്പിലും ഇതുപോലെ തന്നെ നമുക്ക് ആപ്പ് ത്രൂവും സ്കാപ്പിയൻ്റെ ആപ്പ് ത്രൂ ഒക്കെ നമുക്ക് ഫ്ലൈറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങും ചെയ്യാം. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് എന്താ പറയുക സംഭവങ്ങളൊക്കെ പുറത്തൊക്കെയാണ്. സ്കാപ്പിയ ആപ്പിനെ കുറിച്ചൊക്കെ പുറത്തൊക്കെയാണ്. അതാണ് ഈ ബുക്ക്ലെറ്റ് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊരു സ്റ്റിക്കറാണ്, എല്ലാ സ്റ്റിക്കറൊന്നുമല്ല, സാധാ ഒരു സ്റ്റിക്കർ. എന്തൊക്കെയാ കുറേ ട്രാവൽ സംഭവങ്ങളൊക്കെ ആയിട്ട് ട്രാവലിങ്ങിൻ്റെ പടമൊക്കെ കൊടുത്തിട്ട് കുഴപ്പമില്ല സ്റ്റിക്കറാണ്. പിന്നെ നമുക്ക് സ്കാപ്പിയൻ്റെ ബുക്ക്ലെറ്റാണ്. ഇത് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ എന്താ പറയുക കീ ഫാക്ട് ഷീറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സുകളുടെ എല്ലാ സാധനത്തിലും കീ ഫാക്ട്സുകളൊക്കെ വാങ്ങിച്ചു നോക്കണം. നമ്മൾ ടെക് പ്രൊഡക്റ്റ് തുറക്കണ പോലെയല്ല. ടെക് പ്രൊഡക്റ്റ് തുറന്നാൽ അതിനുള്ള പേപ്പറൊന്നും നമ്മൾ വായിച്ചു നോക്കാറില്ലല്ലോ, അതുപോലെ അല്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ കേട്ടോ. പിന്നെ നമ്മുടെ ഇതായിരിക്കും നമ്മുടെ കാർഡിൻ്റെ മെയിൻ കാർഡ് വരുന്ന ബോക്സ്. അപ്പോൾ അതാണത് ഉണ്ടോ, അത് നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ടാണ് കാർഡ് വരുന്നത് കേട്ടോ. 2 സൈഡിലുണ്ടോ, ഇത് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക അൺബോക്സിങ് എക്സ്പീരിയൻസ് ആട്ടാ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അയ്യോ, കാർഡിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിലുണ്ട്, കാണില്ല. അപ്പോൾ ഇതാണ് കാർഡ് കേട്ടോ. ഞാൻ കാർഡ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ അറ്റ് സ്കാപ്പിയ വി ബിലീവ് ട്രാവൽ കംപ്ലീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വെൽക്കം ലെറ്റർ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് എടുക്കട്ടെ. സ്കാൻ ആക്ടിവേറ്റ് ആൻഡ് ഗോ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതില്ലാണ്ടും ആക്ടിവേറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബിഫോർ യു യൂസ് ദ കാർഡ് ആക്ടിവേറ്റഡ് ബൈ സ്കാൻ. ഞാൻ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എന്താ പറയുക ആപ്പ് ത്രൂ ഡിജിറ്റൽ വിർച്വൽ കാർഡ് ത്രൂ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേക്ക് മൈ ട്രിപ്പിൽ നമ്മളൊരു ബുക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് കേട്ടോ. അപ്പോൾ കാർഡിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. വിസ വേരിയൻ്റ് ആണ്, വിസ സിഗ്നേച്ചർ വേരിയൻ്റ് ആണ്. ഇതാണ് കാർഡ് കേട്ടോ. നല്ല ക്വാളിറ്റി പ്രിൻറ്റിംഗ് ഒക്കെ തന്നെയാണ്. കളറൊക്കെ അടിച്ച് കയറിയിരിക്കുന്നുണ്ട്, ഓറഞ്ച് കളറൊക്കെ അടിച്ച് കയറിയിരിക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ കാണാൻ നമുക്ക് സ്കാപ്പിയൻ്റെ. പിന്നെ ഈ പടത്തിൻ്റെ സ്റ്റിക്കറാണ് നമുക്ക് അതിൽ നമുക്ക് കിട്ടിക്കുന്ന സ്റ്റിക്കറിൽ ഈ പടം ഉണ്ടല്ലോ, ഈ ട്രാവലിങ്ങിന് പോണത്, അത് നമുക്ക് അതിൽ സ്റ്റിക്കർ ഉണ്ട്. 2-3 സ്റ്റിക്കർ അതിൻ്റെ ഉണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് വിസ സിഗ്നേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇതിൽ ആക്ച്വലി നമുക്ക് എന്താ പറയുക ലിമിറ്റിൻ്റെ കാര്യങ്ങളൊന്നുമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ലെറ്ററൊന്നും അങ്ങനത്തെ സംഭവമൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ കാണിക്കാത്തൊരു സാധനം ലൗഡ് ദ അൺബോക്സിങ് ആയിട്ട് അത് ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ. പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് നോർമലി നമ്മുടെ ഇപ്പോൾ കാർഡിൽ കിട്ടിക്കുന്ന പോലെ അതിൽ നമുക്ക് വരുന്ന എന്താ പറയുക
നമുക്ക് ഇത്ര ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ലെറ്റർ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇതിലില്ല കേട്ടോ. അതാണ് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ എന്തായാലും ഫെഡറൽ ബാങ്കിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ മറ്റേ ചാനൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ പോയി കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാപ്പിയ കാർഡിൻ്റെ അൺബോക്സിങ്. കിടിലൻ അൺബോക്സിംഗ് തന്നെയാണ്. ക്രെഡിറ്റ് കാർഡിൽ സെക്ഷനിൽ എന്താ, അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡിൽ ഇങ്ങനത്തെ ഒരു അൺബോക്സിംഗ് തരണമെങ്കിൽ അത് ഹാറ്റ്സ് ഓഫ് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. നമ്മുടെ റെഫറൽ ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറൽ ലിങ്ക് താഴെ കൊടുത്ത ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്ലൈ നോക്കാൻ മറക്കണ്ട. കട്ടുള്ള ചാൻസ് കൊടുത്തിട്ട് കിട്ടാം. അടുത്ത